അപ്പോൾ ഈ റിക്വസ്റ്റ് മുന്നോട്ട് വെച്ച 3 ആളുകളുടെ പേരൊന്ന് നോക്കി വെച്ചോ. സോ അവർ റിക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്ന അരുന്ധതി എന്ന സിനിമയെക്കുറിച്ച് ഞാൻ ഇവിടെ പറയാൻ പോകുന്നില്ല, കാരണം ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. പക്ഷെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലക്ക് അനുഷ്ക ഷെട്ടിയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരു കാര്യം പറയാം. അപ്പോൾ ഇങ്ങനൊരു ആക്ട്രസിനെ ഞാൻ ആദ്യമായി കാണുന്നത് നമ്മുടെ തെലുങ്കിലെ നാഗാർജുനയുടെ ഡോൺ എന്നൊരു ചിത്രത്തിന്റെ ഹിന്ദി ഡബ്ഡ് വെർഷൻ പണ്ടെപ്പോഴും സെറ്റ് മാക്സ് എന്ന ചാനലിൽ വരുമായിരുന്നു. ഒരു ടിപ്പിക്കൽ മാസ് മസാല കൊമേഴ്സ്യൽ സിനിമ എന്ന നിലക്ക് ഞാൻ എപ്പോഴും ആ സിനിമയിരുന്ന് കാണാറുമുണ്ടായിരുന്നു. സോ ആ ഒരു സിനിമയിലൂടെയാണ് ഇങ്ങനൊരു ആക്ട്രസിനെ ഞാൻ ആദ്യമായി കാണുന്നത്. ഇതിന് ശേഷം ഞാൻ ഇവരെ കാണുന്നത് നമ്മുടെ 2 അണ്ണന്മാരുടെ സിനിമയിലൂടെയാണ്. വിജയിയൊടുത്ത് വേട്ടൈക്കാരൻ, പിന്നെ സൂര്യയുടെ സിംഗം. ഇത് കഴിഞ്ഞ് ഇവരെ ഞാൻ വീണ്ടും കണ്ടിട്ടുള്ളതും തമിഴ് സിനിമയിലൂടെ തന്നെയാണ്, അതും ഒരേ ആക്ടറുടെ ബാക്ക് ടു ബാക്ക് പടങ്ങളിൽ. 2011 ദൈവ തിരുമകൾ, 2012 താണ്ഡവം. ഇനി ഇതും കഴിഞ്ഞ് 2014 രജനീകാന്തിന്റെ ലിംഗ എന്ന ചിത്രത്തിലും ഇവരായിരുന്നു നായിക. ആൻഡ് ദെൻ 2015 ആദ്യം ലിസ്റ്റിൽ ഇതുവരെ മിസ് ഔട്ട് ആയിരുന്ന തമിഴിലെ മറ്റൊരു മേജർ ആക്ടർ അജിത്തിനോടൊപ്പം എന്നെ അറിന്താൽ. ആൻഡ് ലാസ്റ്റ്ലി ഓഫ് കോഴ്സ് നമ്മുടെ ദേവസേന. അപ്പോൾ ഇവർ മെയിൻലി ഒരു തെലുഗു ആക്ട്രസ് ആണെങ്കിലും ഇവർ ചെയ്ത തമിഴ് സിനിമകളിലൂടെയാണ് എനിക്ക് ഇങ്ങനൊരു ആക്ട്രസിനെ പരിചയം. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവരുടെ ഒരു സിനിമ, അതായത് ഇവർ ലീഡ് റോളിൽ വന്നൊരു സിനിമ, ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമ, തെലുങ്കിലെ അതുവരെ ഉണ്ടായിരുന്ന സകല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും പൊട്ടിച്ച് ഫസ്റ്റ് സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെന്ന്. യെസ്, 2009 പുറത്തിറങ്ങിയ അരുന്ധതി. പക്ഷെ സംഭവിച്ചത് എന്തായിരുന്നു എന്ന് വെച്ചാൽ അതേ വർഷം രാംചരന്റെ മഗധീര എന്ന ചിത്രം പുറത്തിറങ്ങിയതുകൊണ്ട് ആ ഒരു റെക്കോർഡിന് അധികം ആയുസ് ഇല്ലാതെ പോയി. ഒരുപക്ഷെ മഗധീര സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ തെലുഗു സിനിമയിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന ടാഗ് ഒരുപാട് കാലം ഇവരുടെ പേരിൽ കിടന്നേനെ. അപ്പൊ ദാറ്റ്സ് ഇറ്റ്. സോ എത്രയൊക്കെ കൂട്ടിയാലും ഇത്രയൊക്കെ എനിക്ക് ഇവരെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അതെന്താ? ബിക്കോസ് ഒരു നടനെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പോലെ ഒരു നായികയുടെ മേൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചാനലിൽ നായകന്മാരുടെ കരിയർ അനാലിസിസ് വീഡിയോ 81 നായികമാരുടേത് 8 നിലനിൽക്കുന്നത്. അപ്പൊ എന്റെ പോയിന്റ് ഇതാണ്, അല്ലെങ്കിൽ ചോദ്യം ഇതാണ്: സിനിമകളിലെ നായികമാരെ കുറിച്ച്, അവരുടെ കഥാപാത്രങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ആ നടിയെക്കുറിച്ച് ആർക്കായിരിക്കും ബെറ്ററായി സംസാരിക്കാൻ സാധിക്കുക? സ്ത്രീകൾക്ക്. പക്ഷേ സ്ത്രീകൾ ഇതുപോലെ സിനിമ റിലേറ്റഡ് യൂട്യൂബ് ചാനൽ നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെന്തുകൊണ്ടില്ല? അങ്ങനെ ഒന്ന് ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് സിനിമകളെ പറ്റി സംസാരിക്കുന്ന ഒരു ഫീമെയിൽ കണ്ടന്റ് ക്രിയേറ്റർ ഇവിടെ ഇല്ല? ആൻഡ് അതൊരു ഒഴിഞ്ഞു കിടക്കുന്ന സ്പോട്ട് അല്ലേ? സോ സംബഡി ക്യാൻ ആക്ച്വലി ടേക്ക് അപ്പ് ദാറ്റ് സ്പോട്ട്.